السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഖുതുബ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മകാനത്തുൽ അഖിൽ കബീർ, നമ്മുടെ സഹോദരന്മാരുടെ സ്ഥാനവും പ്രാധാന്യവും എന്നതിനെ കുറിച്ചാണ്. പരിശുദ്ധമായ ഇസ്ലാം റെസ്പെക്ട് ചെയ്യുന്ന, റെസ്പെക്റ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു റിലീജനാണ്, മതമാണ്. നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ കുടുംബക്കാരെയും നാം താമസിക്കുന്ന, നാം പെരുമാറുന്ന സകല വിഷയങ്ങളിൽ എന്നും അദബിനും റെസ്പെക്റ്റിനും പ്രാമുഖ്യം നൽകുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഖുതുബ ചോദിക്കുന്നു, അൽ അഖുൽ കബീർ വമാ അദ്റാകും അൽ അഖുൽ കബീർ, നമ്മുടെ സഹോദരന്മാരാരാണ്, അവരെ കുറിച്ച് നമുക്ക് എന്താണ് അഭിപ്രായമുള്ളത്? ഖിത്അത്തും മിനർ റൂഹ് വനബദും മിനൽ ഖൽബ്, നമ്മുടെ ജീവന്റെ കഷ്ടമാണ്, ഹൃദയത്തിന്റെ തുടിപ്പാണ്. നമ്മുടെ കൂടെ ചെറുപ്പത്ത് നമ്മോടൊപ്പം കളിച്ചവർ, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒന്നിച്ച് ഷെയർ ചെയ്തവരാണ്. നമ്മുടെ കൂടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ്. നമ്മുടെ വാപ്പയുടെ ശേഷമുള്ള വാപ്പയാണ് നമ്മുടെ കാക്കമാർ. അവർക്ക് നാം നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അവർക്ക് നാം നൽകേണ്ട സ്ഥാനത്തെക്കുറിച്ചാണ് ഖുതുബ ഇന്ന് നമ്മെ ഉണർത്തുന്നത്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട പ്രവാചക ശ്രേഷ്ഠർക്ക് നുബുവത്ത് ലഭിച്ചതിനു ശേഷം അല്ലാഹുവിനോട് ബഹുമാനപ്പെട്ടവർ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ഉഷ്തുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി, ഓ നാഥാ, എന്റെ സഹോദരനിലൂടെ എന്റെ കഴിവിന് നീ മികവ് നൽകണമേ അല്ലാഹ്. എന്റെ ഈ പ്രവാചക ദൗത്യത്തിന് എനിക്കൊപ്പം സപ്പോർട്ടായി, എനിക്കൊപ്പം തണലായി എന്റെ സഹോദരനെയും കൂടി നീ ഉൾപ്പെടുത്തേണമേ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതിന് മറുപടിയായ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി, സനശുദ്ദു അദുദക ബിഅഖീക്, താങ്കളുടെ സഹോദരനിലൂടെ താങ്കൾക്ക് കരുത്തു പകരുമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് നാം ചെയ്യേണ്ട നന്മയുടെ വഴികൾ, ഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബർറ ഉമ്മക വഅബാക വഉഖ്തക വഅഖാക ثم അദ്നാക അദ്നാക, നമ്മുടെ കുടുംബത്തിൽ നാം ഏറ്റവും കൂടുതൽ ആദ്യം പ്രാമുഖ്യം നൽകേണ്ടത് നമ്മുടെ ഉമ്മയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ വാപ്പയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാരാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ ഇടയ്ക്കിടെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ഇടയ്ക്കിടെ സന്തോഷത്തോടെ അവർക്കുള്ള ഗിഫ്റ്റൊക്കെയും നാം കൊടുക്കുന്നത് അവർക്ക് നാം ചെയ്യുന്ന നന്മയുടെ ഭാഗമാണെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇസ്ലാമിക തുടക്കകാലത്ത് എല്ലാ സമയത്തും കരുത്തും സ്നേഹവും നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നും ഒന്നിച്ചു നിന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വന്തം വാപ്പയെക്കാളും ഉമ്മയെക്കാളും എന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥാനം നൽകിയ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം, ഒരു ഡ്രസ് സമ്മാനമായി നൽകിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസ്ത്രമാണ്, സമ്മാനമാണ്
അതൊക്കെയും ഉൾക്കൊണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന് പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരക്കിടക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രയും വിലപിടിപ്പുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സമ്മാനം ഉടനെ തന്റെ സഹോദരന് ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു സമൂഹത്തോട് ലോകത്തോട് പഠിപ്പിക്കുന്നത്. തന്റെ സഹോദരനുള്ള ബഹുമാനം, പ്രാധാന്യം, സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അവരെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം. മുതിർന്നവരെ പരിഗണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ലം യുഅക്കിർ കബീറനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, പരിഗണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഓ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരെ, എന്റെ ജീവിത സൗഭാഗ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ആ മഹാമനൂഷി നമുക്ക് നൽകുന്ന മറുപടി, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സ്നേഹങ്ങളും നമ്മുടെ സന്തോഷങ്ങളൊക്കെയും പറയാൻ നമുക്കൊരു സഹോദരൻ ഉണ്ടാവുക, ഒരു ബ്രദർ ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അത് തന്നെയാണ് പ്രവാചക ശ്രേഷ്ഠർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഒരു ദിവസം ഒരു സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അതുഹിബ്ബുൽ ജന്ന, നിനക്ക് സ്വർഗ്ഗം ഇഷ്ടമാണോ? ആ സ്വഹാബി വരിർ പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗ്ഗം ഇഷ്ടമാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന മറുപടി, ഫഅഹിബ്ബു ലി അഖീക മാ തുഹിബ്ബു ലി നഫ്സിക, സ്വന്തത്തിന് എന്താണ് ഇഷ്ടമുള്ളത് അത് തന്റെ സഹോദരനും കൂടി ലഭിക്കുക എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ, യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ചില തെറ്റുകളും പിഴവുകളും വന്നേക്കാം. ആ പിഴവ് വന്നത് കാരണം ബന്ധം വിച്ഛേദിച്ചുകൊണ്ട്, സഹോദരനുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ജീവിക്കാനല്ല ഇസ്ലാം പറയുന്നത്, അവർക്ക് പുറത്തു കൊടുക്കാനാണ്. കവി പാടിയതുപോലെ, വലാ തഖ്തഅ അഖല്ലക ഇൻദ ദംബിൻ ഫഇന്ന ദംബ യഗ്ഫിറുഹുൽ കരീം. ഒരു പിഴവ് വന്നതുകൊണ്ട് സഹോദരങ്ങളുമായുള്ള ബന്ധം നാം ഒരിക്കലും വിച്ഛേദിക്കാൻ പാടില്ല, വിച്ഛേദിക്കരുത്. കാരണം തെറ്റുകൾ പൊറുക്കുന്നവരാണ് മാന്യന്മാർ. അങ്ങനെ തെറ്റുകൾ പൊറുക്കുന്നവരായി നാം മാറണം. അങ്ങനെ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ അവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നാം മനസ്സിലാക്കേണ്ട മൂത്ത സഹോദരന്മാർ അവിടുത്തെ അനുചരന്മാരോട്, അനിയന്മാരോട് വളരെ സ്നേഹത്തിലും അവർക്ക് നൽകേണ്ട പരിഗണന നൽകിയും പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, സഹോദരങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കൽ അത് മൂത്ത സഹോദരന്റെ ബാധ്യതയാണ്. എല്ലാ വിഷയത്തിലും നീതിയും നന്മയും നടപ്പാക്കാൻ മൂത്ത സഹോദരന്മാർ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് റെസ്പെക്റ്റും ബഹുമാനവും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ഈ കാക്കന്മാരെ സ്നേഹിക്കുവാനും അനുജന്മാരെ സ്നേഹിക്കുവാനും കുടുംബക്കാരെ ചേർത്ത് പിടിക്കുവാനും അവരോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.